സ്വോത്ര യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 10 വരെയുള്ള വാക്യത്തിൻ്റെ 4-ാമത്തെ എപ്പിസോഡാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. സ്വയമായി കായ്പാൻ കഴിയില്ല. സ്വയമായി കായ്പാൻ കഴിയാത്തതുപോലെ എന്നിൽ വസിച്ചിട്ടല്ലാതെ വായിച്ചേ, നിങ്ങൾക്ക് കഴിയില്ല. കർത്താവിൽ വസിക്കാതെ നമുക്ക് ആത്മീകമായ ഫലം പുറപ്പെടുവിക്കാൻ കഴിയില്ല. മറ്റതൊക്കെ പലതുമൊക്കെ ചെയ്യാം. കാശുണ്ടെങ്കിൽ ഇപ്പോൾ പലതുമൊക്കെ ചെയ്യാം, പലതുമൊക്കെ ചെയ്യാം, നമുക്ക് ചെയ്തു കൂട്ടാം. അതൊന്നും ദൈവത്തിന് പ്രസാദമുള്ളതല്ല. പക്ഷേ ദൈവത്തിന് പ്രസാദമുള്ളത് ചെയ്യണമെങ്കിൽ കർത്താവിൽ വസിക്കണം. കൊലോസ്യ ലേഖനത്തിൽ ഒരു പ്രയോഗമുണ്ട്, അതൊന്ന് വായിക്കാം നമുക്ക്. കൊലോസ്യ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ വായിച്ചാട്ടെ 6-7 വാക്യം. നടപ്പിൻ അവരിൽ വേരൂന്ന്. ഈ വേരൂന്ന് വസിക്കുന്ന, ഈ വേരൂന്ന് എന്ന് പറഞ്ഞാൽ വസിക്കുന്നതിന്റെ അർത്ഥം അത്. അവനിൽ വേരൂന്നി. അപ്പൊ കർത്താവിൽ വേരൂന്നുന്നത് എന്തിനാ? പൈസ ഉണ്ടാക്കാനോ? ആത്മീയവർദ്ധന പ്രാപിക്കാനാ. ആത്മീയവർദ്ധന പ്രാപിച്ച് നിങ്ങൾക്ക് ഉപദേശിച്ച് തന്നതിനൊത്തവണ്ണം വിശ്വാസത്താൽ ഉറച്ചും സ്തോത്രത്തിൽ കവഞ്ഞുമിരിപ്പിൻ. അവനിൽ വേരൂന്നുക, അവനിൽ ആശ്രയിക്കുക, അവനിൽ വസിക്കുക, കർത്താവിൽ വസിക്കുക. ഇത് പാസ്റ്റർമാരുടെ ശുശ്രൂഷ മുഴുവൻ വ്യർത്ഥമായിക്കൊണ്ടിരിക്കുന്നതിന്റെ കാരണം അവർ കർത്താവിൽ വസിക്കുന്നില്ല. 40,000 രൂപ ഒരു പാസ്റ്ററിനൊരു സംഘടന ശമ്പളം കൊടുക്കുമ്പോൾ പുള്ളി ശമ്പളത്തിന് വേണ്ടി ശുശ്രൂഷ ചെയ്യുക. ഞാനതാ മനസ്സിലാക്കുന്നത്. പറിച്ചെറിഞ്ഞാൽ പോകത്തില്ല. അപ്പൊ 40,000 50,000 ആവും. അത് ശമ്പളം മാത്രമാ, പിന്നെ കിമ്പളം വേറെ പോയില്ലേ. വിദേശത്ത് നിന്ന് ഒരു സഹോദരൻ വരുമ്പോൾ പാസ്റ്റർ ഫ്രീ ആണോ ഒന്നെടുക്കാൻ? അയ്യോ ഞാൻ എടുക്കാം, കാരണം ചാടി വീഴും. എയർപോർട്ടിൽ നിന്ന് എടുത്ത് വീട്ടിൽ കൊണ്ടുവിടാനായിട്ട് ചാടി വീഴും. കാരണം എന്താ? നല്ലൊരു കനത്തി കിട്ടും കയ്യിൽ. പണ്ട് ഉദ്ദേശിച്ച് പറഞ്ഞില്ല, കനത്തി കിട്ടും. ചവടക്കിൽ പോയാലോ കനത്തി കിട്ടും. ഇതൊക്കെ ആൾക്കാരുടെ ലക്ഷ്യം. ഇവിടെ വചനം പ്രസംഗിച്ച് നടത്താൻ ആളില്ല. എബ്രായ ലേഖനത്തിൽ പൗലോസ് പറയുന്നു, നിങ്ങളെ വചനം പ്രസംഗിച്ച് നടത്തിയവരെ ഓർത്തുകൊള്ളുവീൻ, അവരുടെ വിശ്വാസം അനുകരിക്കും. നമ്മളെ ദൈവവചനം പഠിപ്പിച്ച് നടത്തിയ ഒരു വയോവൃദ്ധനുണ്ടല്ലേ, ഇടയ്ക്കിടയ്ക്ക് ഓർക്കും പുള്ളിയെ നമ്മൾ. എന്താ കാര്യം? നല്ല ശക്തിയോടെ വചനം പ്രസംഗിച്ച് നടത്തി. ആ പഠനങ്ങളാണ് ഈ ഉള്ളിൽ കിടന്ന് ഒമിറ്റ് ചെയ്തിടുന്നത്. ഞാൻ വേറെ ഒന്നുമല്ല, മനസ്സിലാക്കണം. ആരും പഠിക്കുന്നതിനേക്കാൾ ഏറ്റവും കൂടുതൽ ദൈവസന്നിധിയിൽ ആ വചനങ്ങളെ പഠിക്കാനിടയായി. ഈ പ്രമാണങ്ങൾ, ഉപദേശങ്ങൾ, അപ്പോസ്തലോപദേശം അത് ഹൃദയത്തിനുള്ളിൽ സംഗ്രഹിച്ചു വയ്ക്കാനിടയായി. പരിശോധനയുടെ തീച്ചുള്ള സമാനമായ പ്രശ്നത്തിൻ്റെ നടുവിലും നിലനിൽക്കുന്ന എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഈ വചനം ഉള്ളിൽ കിടക്കുന്നുണ്ട്. അല്ലെങ്കിൽ പണ്ടേ പോയ നിരോധനം. മനസ്സിലായോ? വചനം ഉള്ളിലുണ്ടെങ്കിൽ ഒരു പിശാചിന് ഒരു ചുക്കും ചെയ്യാൻ കഴിയില്ല. മനസ്സിലാക്കണോ അത്? കർത്താവിനെ പരീക്ഷിക്കാനായിട്ട് മത്തായി 4, ലൂക്കോസ് 4 പിശാച് വന്നപ്പോൾ കർത്താവ് എന്താ ചെയ്ത്? ഓം ക്രീം കുട്ടിച്ചാത്താന്നാണ് പറഞ്ഞത്. കല്ലപ്പമായി തീരാൻ പറഞ്ഞപ്പോൾ മനുഷ്യനപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന് വായിൽ വരുന്ന സകല വചനം കൊണ്ട് ജീവിക്കുന്നു. എഴുതിയിരിക്കുന്നു, തിരുവചനത്തിൽ എഴുതിയിരിക്കുന്നു. ഹൃദയത്തിൽ നിന്ന് എടുത്ത് പറയുക. ചാടാൻ പറഞ്ഞു, ചാടിയാൽ ദൂതന്മാർക്ക് കൈകളിൽ വഹിച്ചുകൊള്ളുന്നു, തിരുവചനത്തിൽ എഴുതിയിരിക്കുന്നു എന്ന് പറഞ്ഞു. അവസാനത്തെ പ്രയോഗമാ പ്രയോഗം. ഇന്ന് പലരും അടിപ്പെട്ട് കിടക്കുന്ന, ഇന്നത്തെ ആത്മീയ കോളം അടിപ്പെട്ട് കിടക്കുന്ന ഒരു പ്രയോഗമാണ്. വീണ് എന്നെ ഒന്ന് നമസ്കരിച്ചാൽ ഇത് മുഴുവൻ തരാം. ഇതാരുടെ വകയാ? ഇപ്പോൾ എൻ്റെ വകയാ. അമ്മച്ചി അപ്പച്ചനും കൂടി അങ്ങോട്ട് ഏൽപ്പിച്ചു കൊടുത്തു. ആ സാത്താൻ്റെ അടിമനുഖത്തിൽ നിന്ന് നമ്മളെ വീണ്ടെടുത്ത് സ്വർഗരാജ്യത്തിൻ്റെ അനുഭവത്തിൽ ഇപ്പം ആക്കി വെച്ചിരിക്കുക. ഇനി സാത്താൻ്റെ അടിമനുഖത്തിൽ കിടക്കുന്ന ഈ ലോകത്തെ നശിപ്പിച്ച് ഒരു പുതിയ ആകാശം, പുതിയ ഭൂമിയിലേക്ക് നമ്മളെ പ്രൊമോട്ട് ചെയ്യാനാണ് കർത്താവ് വരുന്നത്. കർത്താവ് ഒന്ന് ആദ്യം ചേർത്തതിന് ശേഷം 1000 ആണ്ട് വാഴ്ച, അത് കഴിഞ്ഞ ശേഷം പുതിയ ആകാശം, പുതിയ ഭൂമിയിലേക്ക് നമ്മളെ ചേർക്കും. സാത്താൻ വികൃതമാക്കിയ ഈ ഭൂമി, ശാപഗ്രസ്തമായ ഭൂമിയെ ചുട്ടരിച്ച് ഒരു പുതിയ ആകാശം. 2 കൊരിന്ത്യർ ലേഖനം 2 പത്രോസ് 3:13 വായിച്ചേ. 13 വായിച്ചേ, പെട്ടെന്ന് വായിച്ചേ, പടേന്ന് വായിച്ചേ. ഏതാനും ചില മിനിറ്റുകളേ ഉള്ളൂ ഇനി. സ്തോത്രം. 2 പത്രോസിന്റെ ലേഖനം 3-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നാം അവന്റെ
പുതിയ ആകാശം പുതിയ ഭൂമി എന്നല്ല, എൻ്റെ മുമ്പ് വാക്യമുണ്ട്, വായിക്കാം അങ്ങോട്ട്. ആ, നല്ല പരിചയമുണ്ട്, എന്നാലും ദിവസം വായിച്ച്. 3:13 ഞാൻ അപ്പൊ തൊട്ടേ പറഞ്ഞു. 3:13 നാം അവന്റെ നീതി വസിക്കുന്ന പുതിയ ആകാശം പുതിയ ഭൂമിക്കായിട്ട് കാത്തിരിക്കുന്നു. നാം അവന്റെ നീതി വസിക്കുന്ന, അപ്പൊ ഈ ഭൂമിയിൽ എന്തില്ല? നീതി വസിക്കുന്നില്ല എന്നല്ലേ എൻ്റെ അർത്ഥം? ഈ ഭൂമിയിൽ നീതി വസിക്കുന്നില്ല. ഈ ഭൂമിയുടെ ഭരണകർത്താക്കൾ നീതിയോടെ ഭരിക്കുന്നില്ല. ഇവിടുത്തെ ഭരണം, ഇവിടുത്തെ വിദ്യാഭ്യാസ മേഖല, ഇവിടുത്തെ രാഷ്ട്രീയം, ഇവിടുത്തെ മതങ്ങൾ, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലുള്ളത് സകല ജാതി മതസ്ഥർക്കും ഇവിടെ സ്വാതന്ത്ര്യമുണ്ടെന്ന, അവരവരുടെ മതം പ്രചരിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ടെന്ന ഇന്ത്യൻ ഭരണഘടനയിൽ എഴുതി വെച്ചിരിക്കുന്നത്. എൻ്റെ വകുപ്പ് നമ്പറൊന്നും എനിക്കറിയില്ല, നേരത്തെ അറിയാം, ഞാൻ എഴുതി വെച്ചിട്ടുണ്ടത്. എന്നാൽ അതിവിടെ പാടില്ല എന്ന് പറഞ്ഞ് ക്രിസ്ത്യാനികളെയും ഓരോരൊക്കെ ഉപദ്രവിക്കുമ്പോൾ അതിൻ്റെ കാരണം എന്താ? നീതി വസിക്കുന്നില്ല. ഒരു ഭരണാധികാരി നമുക്കുള്ളത് ദുബായിലേക്കും അവിടെ ഇങ്ങോട്ടും ഒക്കെ കോടി, ഇന്നാലാണ്ട് പറഞ്ഞിട്ട് 118 കോടി വിദേശയാത്രയ്ക്ക് വേണ്ടി പുള്ളി മുടക്കിയെന്ന്. 100 കോടി 150 കോടി ആസ്പത്രിയിൽ പോയി ചെലവഴിച്ചു. ഇവിടെ പിച്ചക്കാശിന് വേണ്ടി തെണ്ടിക്കൊണ്ടിരിക്കുക, പെൻഷന് വേണ്ടി. സ്വത്രം ഇവിടെ വാർദ്ധക്യ പെൻഷന് വേണ്ടി പിച്ചച്ചട്ടി എടുത്ത ചരിത്രം വരെ ഉണ്ട് മറിയച്ചേടത്തി, ഇല്ലേ? ഈ കാശ് എവിടെ പോയി? നീതി വസിക്കുന്ന ഭരണമല്ലെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇതെന്നൊക്കെ നമ്മൾ പഠിക്കുന്നേ. വാർദ്ധക്യത്തിലുള്ളവർക്ക് മരുന്ന് വാങ്ങാനും ഒരിച്ചിരി കഞ്ഞി കുടിക്കാനുമുള്ള വാർദ്ധക്യ പെൻഷൻ പോലും മുടങ്ങിക്കിടക്കുന്നു. അതുകൊണ്ട് പിച്ചച്ചട്ടി എടുത്ത് തെണ്ടി വല്ലൂരും ഒക്കെ ചട്ടിയിൽ ഇട്ട് കൊടുത്താണ് അവർ കുറച്ച് നാൾ ജീവിച്ചത്. അത് കഴിഞ്ഞപ്പോൾ പിന്നെ നാണം കെട്ട് കുറച്ച് കൊടുക്കാനിടയാന്നൊക്കെ പറയുന്നുണ്ട്. എന്തുമാകട്ടെ, നീതി വസിക്കുന്ന പുതിയ ആകാശം പുതിയ ഭൂമിയിൽ മാത്രമേ ഉള്ളൂ. ദൈവത്തിൻ്റെ രാജ്യത്തിൽ മാത്രമേ നീതി വസിക്കത്തുള്ളൂ. അതുകൊണ്ട് ഈ ഭൂമിയിൽ നീതി വസിക്കില്ല. അതുകൊണ്ട് കർത്താവിൽ വസിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ആത്മീകമായ ഫലങ്ങൾ പുറപ്പെടുവിക്കണം. അതാണ് കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. കൊമ്പന് മുന്തിൽ വസിച്ചിട്ടില്ലാതെ സ്വയമായി കായ്പാൻ കഴിയാത്തതുപോലെ എന്നിൽ വസിച്ചിട്ടില്ലാതെ നിങ്ങൾക്ക് കഴിയുകയില്ല. 5-ാം വാക്യം, ഞാൻ മുന്തിരിവള്ളിയും അടുത്ത് ഒരുത്തൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു എങ്കിൽ അവൻ വളരെ ഫലം കായ്ക്കും. അത് അവിടുത്തെ വിഷയം. ഫലം കായ്ക്കുന്നത് എങ്ങനെയാ? കർത്താവ് നമ്മിൽ, നാം കർത്താവിൽ. ഇതൊരു വലിയ സബ്ജക്റ്റാണ്. നാം കർത്താവിൽ വസിക്കുക, കർത്താവ് നമ്മിൽ വസിക്കുക. ഇതെങ്ങനെ ഈ വാസം നടക്കുന്നേ? ഞാൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പന പ്രമാണിച്ച് അവൻ്റെ സ്നേഹത്തിൽ വസിക്കുന്ന പോലെ നിങ്ങൾ എൻ്റെ കൽപ്പനകൾ പ്രമാണിച്ചാൽ. അപ്പൊ കർത്താവിൽ നമ്മൾ വസിക്കുന്ന എങ്ങനെയാ? കർത്താവിൻ്റെ കൽപ്പന അനുസരിക്കുന്നതിലൂടെ. കർത്താവിൻ്റെ കൽപ്പന എന്താണെന്ന് പ്രസംഗിക്കുന്ന പോലും ഇല്ലല്ലോ, പിന്നെ എങ്ങനെ അനുസരിക്കണേ? അത് പ്രസംഗിക്കണ്ടേ? അത് പ്രസംഗിക്കാൻ ആളില്ല ഇവിടെ. എല്ലാവരും 10 ചക്രം ഉണ്ടാക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കുക, 10 കൊടുത്തുകൊണ്ട്. പ്രിയ ദൈവമക്കളെ, ഞാനിത് പരിഹസിച്ച് പറയുകയല്ല, വളരെ സങ്കടം കൊണ്ട് പറയുക. കർത്താവിൽ വസിക്കണമെന്നും കർത്താവിൻ്റെ പ്രമാണങ്ങൾ അനുസരിച്ചാലേ നമ്മൾ കർത്താവിൽ വസിക്കുന്നവരാകുന്നു എന്നും ജനത്തെ പറഞ്ഞ് പ്രബോധിപ്പിക്കാതെ വല്ലതും നടക്കോ? കടം മാറ്റാനായിട്ട്, കഷ്ടത മാറ്റാനായിട്ട്, കണ്ണീര് തുടയ്ക്കാനായിട്ട്, വിസയ്ക്ക് വേണ്ടി, കാറിന് വേണ്ടി, ലോറിക്ക് വേണ്ടി, വണ്ടിക്ക് വേണ്ടി, അങ്ങനെ ലോകത്തിൻ്റെ ഭൗതിക കാര്യങ്ങൾക്ക് വേണ്ടി കിടന്ന് തലയറഞ്ഞ് പ്രാർത്ഥിച്ച് അത് നേടിക്കൊടുക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ഇത് പറയാൻ എവിടെ നേരം? എന്നാൽ നമ്മുടെ പ്രസംഗം എന്താണെന്നറിയാമോ? ആദിയിലെ അവൻ്റെ രാജ്യനീതി അന്വേഷിക്കുമ്പോൾ നേരത്തെ പറഞ്ഞ സൗപ്പല്ല, നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ കർത്താവ് എന്ത് ചെയ്യും? അത് രാജ്യവും നീതി അന്വേഷിക്കണം, ദൈവപ്രമാണം അനുസരിക്കണം, ദൈവരാജ്യം അന്വേഷിക്കണം. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളത് തരും. അല്ലാതെ അതിന് ആ ദൈവരാജ്യം ദൈവനീതി അന്വേഷിക്കാണ്ട് കാറ് വേണം, വീട് വേണം, മറ്റത് വേണം, മരിച്ചു വേണം എന്നൊക്കെ പറഞ്ഞാൽ ഒരു ഗുണവും ഇല്ലാണ്ടാവും. തീ തിന്നുന്ന എന്താണെന്ന് മനസ്സിലായോ പലരും? എനിക്കറിയാം. എൻ്റെ ഈ സഹോദരൻ ഒത്തിരി വിഷയങ്ങൾ എനിക്ക് പ്രാർത്ഥിക്കാനായിട്ട് കൊണ്ടുതരും. എന്താണെന്നറിയാമോ? ഇന്ന വിഷയം, ലോൺ അടയ്ക്കാൻ പറ്റുന്നില്ല, അതോ ഇല്ല അടയ്ക്കാൻ പറ്റുന്നില്ല, ആ ഇന്ന വിഷയം, ആ പ്രശ്നം. കൊച്ചിനെ പഠിപ്പിക്കും. ഇപ്പം തന്നെ ഒന്ന് പറഞ്ഞുകൊണ്ടിരിക്കും, എൻ്റെ കാശുണ്ട് ഞാൻ കൊടുത്തന്നെ. 5000 രൂപ ഫീസ് അടയ്ക്കാത്തോട്ട് കൊച്ചിനെ സ്കൂളിൽ നിന്ന് പറഞ്ഞു വിട്ടു. എൻ്റെ ഒരു കാശില്ല, അല്ലെങ്കിൽ ഞാൻ കൊടുത്തന്നെ. സത്യമായിട്ട് ക്രമം കെട്ട ജീവിതം, വ്യവസ്ഥയില്ലാത്ത ജീവിതം, പ്രമാണമനുസരിക്കാത്ത ജീവിതം.
കർത്താവിനെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ കൽപ്പന പ്രമാണി. 1 കൊരിന്ത്യർ ലേഖനം 16-ാം അധ്യായത്തിന്റെ അവസാന ഭാഗത്ത് എഴുതിയിരിക്കുന്നത്, കർത്താവിനെ സ്നേഹിക്കാത്ത ഏവന് ശപിക്കപ്പെട്ടവൻ എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം, കർത്താവിനെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ കൽപ്പന അനുസരിക്കുക. ആ കൽപ്പന അനുസരിക്കാത്തവൻ ശപിക്കപ്പെട്ടവനെന്നാ പൗലോസ് പറഞ്ഞ എൻ്റെ അർത്ഥം. അത് മനസ്സിലാക്കണം നമ്മൾ. അങ്ങനെയൊന്നും പഠിപ്പിച്ച് വിശ്വാസികളെ ബോധവൽക്കരിക്കാതെ ഒന്നും ഒരു കാര്യവും നടക്കത്തില്ല. സ്വർഗരാജ്യത്തേക്ക് പോകാൻ ആളില്ല ഇവിടെ. ഈ ഭൂമിയിലെ അനുഗ്രഹങ്ങൾ വാരിക്കോരി കൂട്ടാനാണ് ഇപ്പോഴത്തെ പ്രസംഗങ്ങളും പ്രാർത്ഥനകളും എന്ന് എൻ്റെ ദൈവമക്കളെ ഇനിയെങ്കിലും നമ്മൾ മനസ്സിലാക്കുക. കർത്താവ് പറഞ്ഞ വചനം, ഞാൻ മന്ത്രിവള്ളിയും നിങ്ങൾ കൊമ്പുകളുമാകുന്നു, ഒരുത്തൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നുവെങ്കിൽ. അപ്പം മുന്തിരിവള്ളിയാകുന്ന കൊമ്പിൽ നമ്മൾ എന്ത് ചെയ്യണം? ഒരു ശാഖയായിട്ട് നമ്മൾ വസിക്കണം. അർത്ഥം, ആ കർത്താവിൻ്റെ വചനങ്ങളും പ്രബോധനങ്ങളും ഉപദേശങ്ങളും അനുസരിച്ച് നമ്മൾ ജീവിക്കുമ്പോഴാണ് നമ്മൾ കർത്താവിൽ വസിക്കുന്നത്. അതാണ് കൊലോസ്യർ പറഞ്ഞത്, അവനിൽ വേരൂന്നുക, കർത്താവിൽ വേരൂന്നുക. വേരൂന്നുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഒരു വൃക്ഷം ഭൂമിക്കടിയിലേക്ക് വേര് ആഴ്ന്നിറങ്ങി ആ ഭൂമിയുടെ അടിയിൽ നിന്ന് ഈ വൃക്ഷത്തിന് ജീവിക്കാൻ ആവശ്യമായ ലവണങ്ങളും ധാതുക്കളും ജലാംശങ്ങളും വലിച്ചെടുത്തിട്ടാണ് ഈ വൃക്ഷം മനോഹരമായ നിലയിൽ, ഒരു തെങ്ങാണെങ്കിൽ തെങ്ങ്, മറ്റു ചക്കയാണെങ്കിൽ ഏതാണെങ്കിലും മുകളിലോട്ട് അത് ഫലം പുറപ്പെടുവിക്കുന്നത് എങ്ങനെയാണെന്നറിയാമോ? ഓം ക്രീം കുട്ടിച്ചാത്താന്ന് പറഞ്ഞ് ഫലം കായ്ക്കുന്ന അല്ലത്. ആ വൃക്ഷത്തിൻ്റെ വേരുകൾ ആഴത്തിൽ പോയി ആ വൃക്ഷത്തിന് ആവശ്യമായ ഫലം കായ്ക്കാൻ ആവശ്യമായ ലവണങ്ങളും ജലാംശങ്ങളും വളങ്ങളും അതെല്ലാം ഊറ്റിയെടുത്ത് ആ ശിഖരങ്ങളിലൂടെ കൊടുത്ത് മുകളിൽ കൊണ്ടുവന്ന് ഫലങ്ങളായി. അതാണ് നമ്മളൊക്കെ തിന്നുന്ന ഫ്രൂട്ട്സുകൾ, മാങ്ങയാകട്ടെ ചക്കയാകട്ടെ തേങ്ങയാകട്ടെ എല്ലാം. അതുപോലെ ഒരാത്മീകൻ യേശു ക്രിസ്തുവിൽ വേരൂന്നി കർത്താവിൽ ആശ്രയിച്ച് കർത്താവിൽ നിന്ന് പ്രാപിച്ച് മറ്റുള്ളവർക്ക് ഫലകരമായ ഒരു ക്രിസ്ത്യ ജീവിതം നയിക്കണമെന്നാണ് കർത്താവ് പറഞ്ഞതിൻ്റെ അർത്ഥം. അല്ലാതെ വേറെന്താ? ഞാൻ ആലോചിക്കാം, യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം ആരും പഠിപ്പിക്കുന്നില്ല, ആരും പറയുന്നില്ല. ഈ കഴിഞ്ഞ ദിവസം എൻ്റെ ഉള്ളിൽ ഡിമ്മെന്ന് ഇങ്ങനെ കയറി വന്നു. യോഹന്നാൻ 15 അത് പഠിക്കാൻ തുടങ്ങി, വായിക്കാൻ തുടങ്ങി, ധ്യാനിക്കാൻ തുടങ്ങി. ധ്യാനിച്ചപ്പോഴാണ് ഈ വിലയേറിയ സത്യങ്ങൾ ഈ വചനത്തിൽ കണ്ടു. ഇത് പഠിക്കാതെ നമ്മൾ എങ്ങനെ കർത്താവില്ലെന്ന് പറയും? ഈ സങ്കീർത്തനം പാടിക്കൊണ്ടിരുന്നാൽ എന്താ ഗുണം? 109-ാം സങ്കീർത്തനം ദാവീദ് പാടുന്ന പോലെ പാടിയാ മറ്റുള്ളവരെ ശപിച്ചുകൊണ്ടിരിക്കുകയല്ലേ ചെയ്യുള്ളൂ. ബാബു ചെറിയാൻ തൻ്റെ സ്വന്തം ചർച്ചിലെ വീട്ടിൽ വിസിറ്റിങ്ങിന് ചെന്നപ്പോൾ ഒരു അച്ചായൻ അടുത്തുള്ളവൻ മുടിഞ്ഞു പോകാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. പാസ് ചോദിച്ചു, എന്തോ ചെയ്ത് കാണിക്കുന്നു? പാസ്റ്ററല്ലേ എന്ന് പറഞ്ഞത് ആ സങ്കീർത്തനം വായിച്ചിട്ട് അത് മുടിഞ്ഞു പോട്ടെ എന്ന് പ്രാർത്ഥിച്ചു. അത് ഞാനിവിടെ വന്നിരുന്ന് പ്രാർത്ഥിക്കുകയാണ്. എങ്ങനെയുണ്ട്? ബാബു ചെറിയാൻ പറഞ്ഞു, ഞാൻ തിരുത്തിയെന്ന് പുള്ളി പറഞ്ഞു. അതിലെനിക്ക് സന്തോഷം. കാരണം പ്രസ്ഥാനത്തിലെ ഏറ്റവും മുഖ്യനായ ഒരു പ്രാസംഗികനാണ്. ഒത്തിരി വകതിരിവുകളുണ്ടെന്നൊക്കെ പലരും പറയുന്നുണ്ട്, എനിക്കറിയത്തില്ല. ആ ഒരു കാര്യം എനിക്ക് വളരെ ഇഷ്ടമായി. ആ സഹോദരനെ തിരുത്താനിടയായി. നമ്മൾ മറ്റുള്ളവർ നശിച്ചു പോകാൻ പ്രാർത്ഥിക്കുകയല്ല, മറ്റുള്ളവരെ അനുഗ്രഹിക്കുന്നവരായി. ഇപ്പോൾ റോമാലേഖനം 12-ാം അധ്യായം നമ്മൾ എടുത്ത്, റോമാലേഖനം 12-ാം അധ്യായം എടുത്ത് നമ്മൾ മറ്റുള്ളവരെ എങ്ങനെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നൊക്കെ പൗലൂസ് പറയുന്നുണ്ടല്ലോ. എത്ര മനോഹരമായ നിലയിൽ പൗലൂസ് അത് പറഞ്ഞു വയ്ക്കുന്നു. റോമാലേഖനം 12-ാം അധ്യായം എല്ലാവരും വായിച്ച് പഠിക്കേണ്ട ഒരു അധ്യായമാണ്. റോമാലേഖനം 12-ാം അധ്യായത്തിലെ വാക്യങ്ങളൊന്നും ഇന്നത്തെ വിശ്വാസികൾക്കൊന്നും 7 അയൽപക്കത്ത് പോലും പോയിട്ടില്ല. അതിൻ്റെ 14-ാം വാക്യം തൊട്ട് വായിച്ചേ, ഭാഷണം വന്ന് വായിച്ചേ. നിങ്ങളെ ഉപദ്രവിക്കുന്നവരെ അനുഗ്രഹിപ്പിൻ, ശപിക്കാതെ അനുഗ്രഹിപ്പിൻ. സന്തോഷിക്കുന്നവരോട് കൂടി സന്തോഷിക്കുകയും കരയുന്നവരോട് കരയുകയും ചെയ്യും. അടുത്ത എളിയവരോട് ചേരാൻ ആളില്ല. ഇപ്പോൾ കാശുള്ളവൻ്റെ കൂടെ ചേരാൻ ആളുള്ളൂ. അടുത്ത നമ്മൾ വലിയ ബുദ്ധിമാരൊന്നും കളിക്കണ്ട. ബുദ്ധിമാരാരുമില്ല. ഈ ലോകത്തിന്റെ ജ്ഞാനം ദൈവം പോഷകമാക്കിയപ്പോൾ ബുദ്ധിമാരാരുമില്ല. ദൈവത്തെ അറിയുന്നവനാ ബുദ്ധിമാൻ. അടുത്ത ചെയ്യാതെ സമാധാനമായിരിക്കും. അടുത്ത നിങ്ങൾ തന്നെ പ്രതികാരം ചെയ്യാതെ. കണ്ടാ, ദൈവകോപത്തിനിടം കൊടുപ്പീൻ. പ്രതികാരം വിളിക്കുള്ളത് ഞാൻ പകരം ചെയ്യുന്ന കർത്താവ് അരുളി ചെയ്യുന്നു. എന്നാൽ കൊടുക്കും ആരെങ്കിലും
കൊടുക്കും ആരെങ്കിലും അങ്ങനെ ചെയ്താൽ. ഇവിടെ ശത്രുവിനെ സ്നേഹിക്കാനുള്ള പ്രമാണമാണ് കർത്താവ് നമുക്ക് തന്നത്. ശത്രു മുടിഞ്ഞു പോകാൻ പ്രാർത്ഥിക്കാനല്ല. സ്തോത്രം. അതുകൊണ്ടാണ് നമ്മൾ പുതിയ നിയമം പഠിക്കുമ്പോൾ കർത്താവ് നമ്മളെ പഠിപ്പിച്ചത്, നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരെന്ന് വാസ്തവത്തിൽ ലോകം മുഴുവൻ അറിയും. ഇന്ന് ലോകം മുഴുവൻ അറിയുന്നത് എങ്ങനെയാ? തമ്മിൽ തമ്മിൽ പാര വെക്കുന്ന പെന്തക്കോസുകാരെന്നാണ് പറയുന്നത്. ഇവിടെ ഒരു സഹോദരൻ ഒരു വെളിവുകേട് വിളിച്ചു പറഞ്ഞു, പെന്തക്കോസുകാർ കാൻഡിഡേറ്റിനെ നിർത്തി ഇലക്ഷൻ നടത്താൻ പോവാന്ന്. അപ്പോൾ വേറൊരു സഹോദരൻ ഏറ്റെടുത്തു. എന്താ പറയുന്നറിയാം? എന്നാൽ ഫസ്റ്റ് നല്ല കാര്യമായി. IPC കാരന് ഷാരോനെ കണ്ടുകൂടാ, ഷാരോൻകാരന് IPC കണ്ടുകൂടാ, IPC ചർച്ച ബോർഡുകാരനെ കണ്ടുകൂടാ. ഇവന്മാർ ഇലക്ഷൻ നടത്തിയാൽ എന്തായിരിക്കും സ്ഥിതി? പുള്ളി പറയുക ശരിയല്ലേ? കാരണം പെന്തക്കോസ്തിന്റെ മൂല്യച്ഛതി നഷ്ടപ്പെട്ടു കഴിഞ്ഞു. അതിന്റെ മൂല്യങ്ങൾ പോയി, അതിന്റെ സത്യങ്ങൾ പോയി, അതിന്റെ യാഥാർത്ഥ്യങ്ങൾ പോയി. നാടൻ ഭാഷയിൽ പറഞ്ഞാൽ ഉപ്പ് കാരമില്ലാത്ത അവസ്ഥയിൽ കിടക്കുക. കാരമില്ലാത്ത ഉപ്പ് പോലെ കിടക്കുകയാണ്. ഇതിന് കാരം വെക്കണം. ഈ കാരമുണ്ടാകണമെങ്കിൽ കർത്താവിൽ വസിക്കണം, കർത്താവിനോട് ചേർന്നിരിക്കണം, കർത്താവിന്റെ പ്രമാണങ്ങൾ പ്രസംഗിക്കപ്പെടണം, സഭകളിൽ ക്രിസ്തുവിന്റെ ഉപദേശം ശക്തിയോടെ പ്രസംഗിക്കപ്പെടണം. നമ്മളൊരിക്കൽ ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം എടുത്ത് വായിച്ചില്ലേ? അതെന്താ എഴുതിയിരിക്കുന്നത്? ഫിലിപ്പിയർ 2 ഒന്നെടുത്ത് വായിച്ചേ. ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായത്തിൽ പ്രബോധനം ആരുടെയാണെന്ന് എഴുതിയിരിക്കുന്ന പൗലോസ്? ക്രിസ്തുവിൽ വല്ല പ്രബോധനം ഉണ്ടെങ്കിൽ, വായിച്ചത് ഉണ്ടെങ്കിൽ, സ്നേഹത്തിൽ വല്ല ആശ്വാസം ഉണ്ടെങ്കിൽ, ആത്മാവിൽ വല്ല കൂട്ടായ്മ ഉണ്ടെങ്കിൽ, വല്ല ആർദ്രതയും മനസ്സിലും ഉണ്ടെങ്കിൽ, ഏകമനസ്സുള്ളവരായി, ഏകസ്നേഹം കൊണ്ട് ഐക്യമെത്തപ്പെട്ട് ഏകഭാവമുള്ളവരായി. അത് ക്രിസ്തുവിന്റെ പ്രബോധനത്തിലല്ലേ ഉള്ളത്? മോശയുടെ പ്രമാണത്തിൽ അതുണ്ടോ? തമ്മിൽ തമ്മിൽ കൊന്നുകൊണ്ടിരിക്കുന്നവൻ എൻ്റെ പ്രമാണമാണ്. ഇവിടെ പ്രമാണം ലംഘിച്ചപ്പോൾ തന്നെ മോശ എന്താ പറഞ്ഞത്? വാളെടുത്ത് വെട്ടിയിട്ട് പറ്റണ കൊല്ലാനല്ലേ പറഞ്ഞത്? അതാ അതിൻ്റെ ആ പ്രമാണം. പാപം ചെയ്യുന്ന ദേഹി മരിക്കും, കൊല്ലണം. അതാണ് കൊള്ളയും കൊല്ലിവയ്പ്പും. ഇസ്ലാമിക തീവ്രവാദികൾ എങ്ങനെ രൂപപ്പെട്ടു വന്നു? അവരുടെ പ്രമാണം മോശയിക്കില്ലോയാ. സിറിയയിലെ ക്രിസ്ത്യാനികളെ കൊന്നൊടുക്കുന്നു. കാരണം എന്താ? പ്രമാണം അതാ. ലിബിയയിൽ കൊല്ലുന്നു, സിറിയയിൽ കൊല്ലുന്നു, ഇറാഖിൽ കൊല്ലുന്നു, മിഡിൽ ഈസ്റ്റ് രാഷ്ട്രങ്ങൾ ക്രൈസ്തവരെ ചുട്ടുകൊല്ലുന്നു, വാളുകൊണ്ട് കൊല്ലുന്നു, ബോംബ് ചെയ്ത് കൊല്ലുന്നു. കാരണം എന്താ? അവരുടെ ഉള്ളിൽ കിടക്കുന്ന പ്രമാണമാണ് അത് ചെയ്യാൻ അവരെ പ്രേരിപ്പിക്കുന്നത്. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിൽ മോശയുടെ പ്രമാണത്തിൽ അങ്ങനെ എഴുതിയിരിക്കുന്നു, ഞാനോ നിങ്ങളോട് ഇങ്ങനെ പറയും. ശത്രുവിനെ പായിക്കാന്ന് പറയുന്നു, ഞാനോ നിങ്ങളോട് പറയുന്നു ശത്രുക്കളെ സ്നേഹിക്കും. കണ്ണിന് കണ്ണ്, പല്ലിന് പല്ല്, ഞാനോ നിങ്ങളോട് പറയുന്നു. ഇന്നത്തെ മണ്ടക്കോ സ്വാമികള് ഇത് മനസ്സിലാക്കാതെ കിടന്ന് ചപ്പും ചവറും പറഞ്ഞ് ജനത്തെ നശിപ്പിക്കുകയല്ലേ പ്രിയമുള്ളവര്. അതുകൊണ്ട് എനിക്ക് ഈ വൈകിയ വേളയിൽ പറയാനുള്ളത്, കർത്താവിൽ വസിക്കുക. ആ പത്തായുടെ യോഹന്നാന്റെ സുവിശേഷത്തിൽ എന്താ? ഞാൻ മുന്തിരിവള്ളിയും നിങ്ങൾ കൊമ്പുകളുമാകുന്നു, ഒരുത്തൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നുവെങ്കിൽ അവൻ വളരെ ഫലം കായ്ക്കും. എന്നെ പിരിഞ്ഞ് നിങ്ങൾക്കൊന്നും ചെയ്യുവാൻ കഴിയില്ല. പിന്നെ അത് തന്നെ പറയുക. ഇന്നിപ്പോൾ കർത്താവിനെ പിരിഞ്ഞാണ് ഈ കൺവെൻഷനും ക്രൂസൈഡ് എല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ലാഭം കൊയ്യാൻ വേണ്ടിയുള്ള പരിപാടികളാണ്. ആരെ നന്നാക്കാനല്ല അവരവിടെ. എന്നെ പിരിഞ്ഞ് നിങ്ങൾക്കൊന്നും ചെയ്യുവാൻ കഴിയില്ല. അടുത്ത 6-ാം വാക്യം വായിച്ച അപകടകരമായൊരു വാക്യം. എന്നിൽ വസിക്കാത്തവനെ ഒരു കൊമ്പ് പോലെ പുറത്ത് കളഞ്ഞിട്ട് ഉണങ്ങിപ്പോകും. അപ്പോ ഈ കർത്താവിൽ വസിക്കാത്തവരെയൊക്കെ കർത്താവ് എന്ത് ചെയ്യുമെന്നറിയോ? കൊമ്പ് പോലെ പുറത്തോട്ട് മാറ്റി മാറ്റി അവസാനം നരകത്തിൽ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യും? കത്തിക്കും. അവിടെയാണ് കെടാത്ത തീയും ചാകാത്ത പുഴുവും ഉഷ്ണക്കാറ്റും തീയും ഗന്ധകവും കൂരിരുട്ടും എല്ലാം അവിടെയാണ്. നരകത്തെക്കുറിച്ച് വ്യക്തമായൊരു പഠനം ഞാൻ നടത്തിക്കൊണ്ടിരിക്കുക. അതൊരു മെസ്സേജായിട്ട് 1-2 എപ്പിസോഡായിട്ട് ചെയ്യണമെന്ന് താല്പര്യമുണ്ട്. നരകത്തെക്കുറിച്ചുള്ള വെളിപ്പാട് നമ്മൾ കിട്ടിക്കഴിഞ്ഞാൽ നമ്മളാരും ദൈവവചനത്തിൽ നിന്ന് പോകത്തില്ല, വചനവസ്തുവിൽ തന്നെ ജീവിക്കും. നരകത്തെക്കുറിച്ച് വ്യക്തമായൊരു വെളിപ്പാട് ആരും പ്രസംഗിച്ചു തരുന്നില്ല നമുക്ക്. അതുകൊണ്ടാണ് നമ്മൾ ആ ഭീതി നമ്മളിൽ ഇല്ലാതെ പോകുന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ഇവിടെ 6-ാം വാക്യത്തിൽ കർത്താവ് പറയുന്നു, എന്നിൽ വസിക്കാത്തവനൊരു കൊമ്പ് പോലെ പുറത്ത് കളഞ്ഞിട്ട് അവൻ ഉണങ്ങിപ്പോകും. അപ്പോൾ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് പരിശുദ്ധാംശം പ്രാപിച്ച് നിൽക്കുന്ന ഒരു വ്യക്തി എന്ത് ചെയ്യണം? പറഞ്ഞേ ഫ്രാൻസിസേ. ഫലം പുറപ്പെടുവിക്കണം.
അവനിൽ ഫ്രൂട്ട്സ് ഉണ്ടാകണം. നമ്മളൊരു വാഴ കൊണ്ട് നട്ടു, നമ്മളൊരു പേരയ്ക്കമരം കൊണ്ട് നട്ടു, 1 വർഷമായി, 2 വർഷമായി, 3 വർഷമായി, ഇങ്ങനെ നിൽക്കുക. ഈ വാഴ ഇങ്ങനെ ഒരു 4 പോലെ ഇങ്ങനെ നിൽക്കുക. ഞാനാണെങ്കിൽ കത്തിയെടുത്ത് വെട്ടി ദൂരങ്ങളെ. ഫലമില്ലാത്ത നിർത്തിയിട്ട് എന്താ കാര്യം? ആ സെയിം തിയറി തന്നെ ദൈവം ചെയ്യുന്നേ. രക്ഷിക്കപ്പെട്ടതുകൊണ്ടും സ്നാനപ്പെട്ടതുകൊണ്ടും പരിശുദ്ധാംശം പ്രാപിച്ചുകൊണ്ടും വിശുദ്ധിയും വേർപാടും ജീവിച്ചൊരു സഭയെ വന്ന് ഒത്രാഴ്ചയും ദശാംശം കൊടുത്ത് പോയത് കൊണ്ടൊന്നും ആയില്ല. ഫലം പുറപ്പെടുവിക്കണം. ഫലം. എന്താണ് ഈ ഫലം? എന്താ ഫലം? ആത്മാവിന്റെ ഫലം എന്തൊക്കെയാ? സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്ത, സൗമ്യത. ഇതുവല്ലതും നമ്മളിലുണ്ടോ? നമ്മളിൽ എംറ്റി ആയിട്ട് നിൽക്കുക. കോടാലി വെക്കും. ഇപ്പോൾ തന്നെ വൃക്ഷത്തിന് കോടാലി വെച്ചിരിക്കുന്നു എന്ന് കർത്താവ് പറയും. ഈ ദൈവമക്കളെ, പലരെയും വെട്ടിക്കളയുന്നതിൻ്റെ കാര്യം, പലരെയും ഫലമില്ലാതെ കൂട്ടിയിട്ടിരിക്കുന്നതിൻ്റെ കാര്യം അവസാന സമയത്ത് നരകത്തിൽ തള്ളിക്കളയാനാണെന്ന് ഈ വാക്യത്തിലൂടെ നമ്മൾ പഠിച്ചെടുക്കുകയാണ്. 6-ാം വാക്യം, അല്ലെങ്കിൽ 6-ാം വാക്യം, എന്നിൽ വസിക്കാത്തവനെ കൊമ്പ് പോലെ പുറത്ത് കളഞ്ഞിട്ട് അവൻ ഉണങ്ങിപ്പോകുന്നു. ആ വക ചേർത്ത് തീയിലിടുന്നു, അത് വെന്തു പോകും. നിങ്ങൾ എന്നിലും എൻ്റെ വചനം നിങ്ങളിലും വസിച്ചാൽ നിങ്ങൾ ഇച്ഛിക്കുന്നത് എന്തെങ്കിലും അപേക്ഷിപ്പിൻ, അത് നിങ്ങൾ കിട്ടും. ഒരു തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരു വാക്യമായിരുന്നു. നാം കർത്താവിൽ വസിക്കുമ്പോൾ, കർത്താവിൽ നമ്മിൽ വസിക്കുമ്പോൾ നമ്മൾ ചോദിക്കുന്നത് പിന്നെ ചാളയായില്ലേ ഒന്നായിരിക്കത്തില്ല, ആത്മീക കാര്യങ്ങളായിരിക്കും ചോദിക്കുന്നത്. അത് ദൈവരാജ്യ ദൈവതി അന്വേഷിക്കുമ്പോൾ നമുക്ക് ആവശ്യമുള്ള തന്നോളും കർത്താവ്. ഈ വചനം തെറ്റിദ്ധരിക്കരുത്. കർത്താവ് നമ്മിൽ വസിക്കുമ്പോൾ, നാം കർത്താവിൽ വസിക്കുമ്പോൾ നമ്മൾ ചോദിക്കുന്ന മുഴുവൻ സ്പിരിച്വൽ ബ്ലെസ്സിങ് ആയിരിക്കും, ആത്മീക അനുഗ്രഹങ്ങളെക്കുറിച്ചായിരിക്കും. സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താൽ നമ്മെ അനുഗ്രഹിച്ചിരിക്കുന്നു. ഒക്കെ, പക്ഷെ നമ്മൾ ആത്മീയമായി അനുഗ്രഹിക്കപ്പെട്ടില്ലല്ലോ. പിതാവ് പുത്രനിലൂടെ ലോകത്തെ അനുഗ്രഹിച്ചു, ബ്ലസ് ചെയ്തു. പക്ഷേ നമ്മൾ പ്രാപിക്കാൻ കഴിയാതെ നമ്മൾ ആത്മീക ദാരിദ്ര്യവാസികളായി കഴിയുകയാണെന്നാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമുക്ക് പ്രത്യാശയില്ല, സന്തോഷമില്ല, സമാധാനമില്ല, വിശുദ്ധിയില്ല, വേർപാടില്ല, വചനധ്യാനമില്ല, പ്രാർത്ഥനയില്ല, യാതൊരു ആത്മീയ അനുഭവങ്ങളും ഇല്ല. അപ്പൊ പിന്നെ നമ്മൾ എന്നാ ബ്ലസ് ചെയ്തു, അനുഗ്രഹിക്കപ്പെട്ടെന്നാ പറഞ്ഞിരിക്കുന്നു? പാത്ത് തലയൊക്കെ വെച്ച് പ്രാർത്ഥിച്ചത്, പാത്ത് തലയൊക്കെ വെച്ച് പ്രാർത്ഥിച്ചിട്ട് എന്താ കാര്യം? ഗുണം പിടിക്കാത്ത പാസ്റ്റർ ഗുണം പിടിക്കാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് എന്താ പ്രയോജനം? അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, കർത്താവിൽ വസിക്കാത്ത ഒരു പാസ്റ്റർ, കർത്താവിൽ വസിക്കാത്ത ഒരു സഹോദരി അനുഗ്രഹിക്കപ്പെടാൻ യാതൊരു വഴിയുമില്ല. ആത്മികമായിട്ട്, ഭൗതികമായി ഇഷ്ടം പോലെ കിട്ടും, കൊട്ടപ്പടി കിട്ടും. അതിനുള്ള പ്രസംഗങ്ങളാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. മുഴുവൻ ആത്മീയ കോളം മുഴുവൻ നടന്നുകൊണ്ടിരിക്കുന്നതാ. ചില മിനിറ്റുകളേ ഉള്ളൂ നമുക്ക്. സ്തോത്രം. പ്രാർത്ഥനയോടിരിക്കാം. ഇതിൻ്റെ അവസാന ഭാഗത്തേക്ക് നമ്മൾ വരിക. ഇനി അടുത്ത് 7-ാം വാക്യം വായിച്ചാട്ടെ. നിങ്ങൾ എന്നിലും എൻ്റെ വചനം നിങ്ങളിലും വസിച്ചാൽ നിങ്ങൾ ഇച്ഛിക്കുന്നത് എന്തെങ്കിലും അപേക്ഷിപ്പിൻ. ഇത് തെറ്റിദ്ധരിക്കരുത്. ഈ വാക്യം, നിങ്ങൾ എന്നിലും എൻ്റെ വചനം നിങ്ങളിലും വസിക്കുക. കർത്താവ് നമ്മിൽ വസിക്കുന്നു, നാം കർത്താവിൽ വസിക്കുന്നു. അങ്ങനെ വസിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥന മുഴുവൻ ആത്മീകമായി. വിശ്വാസം വർദ്ധിപ്പിച്ചു തരണമേ. ഇങ്ങോട്ട് നോക്കിയാലോ, പ്രത്യാശ വർദ്ധിപ്പിച്ചു തരണമേ, സന്തോഷം തരണമേ, സമാധാനം, ദൈവിക സമാധാനത്താൽ നിറയപ്പെടാൻ സഹായിക്കണമേ, ദൈവകൃപ വർദ്ധിപ്പിച്ചു തരണമേ, കൃപമേൽ കൃപ പ്രാപിച്ച് ജീവിക്കാൻ സഹായിക്കണമേ. എല്ലാം ആത്മീകമായിരിക്കും പ്രാർത്ഥന. കർത്താവിൻ്റെ ആത്മാവ് നമ്മിൽ വസിക്കുന്നു, നാം കർത്താവിൽ വസിക്കുന്നു. നാം കർത്താവിൽ വസിക്കുന്ന എങ്ങനെയാണ്? കർത്താവിൻ്റെ വചനം അനുസരിക്കുന്നതിലൂടെ. അപ്പൊ അങ്ങനെ വസിക്കുമ്പോൾ നമ്മൾ ചോദിക്കുന്ന മുഴുവൻ ആത്മീകമായിട്ടാണ്. കർത്താവെ, ഞാൻ വിശ്വാസത്തിൽ ക്ഷീണിച്ചിരിക്കുന്നു, എൻ്റെ വിശ്വാസം വർദ്ധിപ്പിച്ചു തരണം. എനിക്ക് പ്രത്യാശയില്ല, എനിക്ക് പ്രത്യാശ വർദ്ധിപ്പിച്ചു തരണം. എനിക്ക് സമാധാനമില്ല, എൻ്റെ സമാധാനം വർദ്ധിപ്പിച്ചു തരണം. എനിക്ക് സന്തോഷമില്ല, എനിക്ക് സന്തോഷം വർദ്ധിപ്പിച്ചു തരണം. എനിക്ക് പ്രാർത്ഥനാ ജീവിതമില്ല, എൻ്റെ പ്രാർത്ഥനാ ജീവിതം വർദ്ധിപ്പിക്കണം. എനിക്ക് വചനധ്യാനമില്ല, എൻ്റെ വചനധ്യാനം വർദ്ധിപ്പിച്ചു തരണം. വർദ്ധിപ്പിച്ചു തരണമെന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് അതിനുള്ള കൃപ തരും. പലർക്കും അത് മനസ്സിലായിട്ടില്ല. വചനം വായിക്കാൻ കൃപ തരും, പ്രാർത്ഥിക്കാൻ കൃപ തരും, സാക്ഷ്യം പറയാൻ കൃപ തരും, ആത്മീക കാര്യങ്ങൾ, ആത്മഫലങ്ങൾ പുറപ്പെടുവിക്കാൻ ദൈവം നമുക്ക് കൃപ തരും. ആത്മാവിൻ്റെ ഫലം സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസൗമ്യത, ഇന്ദ്രിയം, ഇത് നമ്മിൽ നിന്ന് പുറപ്പെടും. കൃപാവരങ്ങളും
ദൈവം തൻ്റെ സഭയെ അനുഗ്രഹിച്ചിരിക്കുന്നത് കൃപാവരങ്ങളാലും ആത്മഫലങ്ങളാലും വരങ്ങളാലുമാണ്. കൃപാവരം കുറഞ്ഞിരുന്നാലും ആത്മഫലം നമ്മളിൽ എല്ലാവരും ഉണ്ടാകണം. ഫലമില്ലാത്ത വൃക്ഷത്തെ ദൈവം വെട്ടിക്കളയും. അത് നിലത്തെ നിഷ്ഫലമാക്കുന്നത് എന്ത്? യേശു കർത്താവും ശിഷ്യന്മാരും കൂടി ഇങ്ങനെ യാത്ര ചെയ്ത് പോകുന്ന വേളയിൽ ഒരു അത്തിയെ കണ്ടു. എന്നിട്ട് എന്ത് ചെയ്തു കർത്താവ്? അതിൽ ഫലം എരിഞ്ഞു വന്നു. കണ്ടില്ല. കർത്താവ് എന്താ പറഞ്ഞു? പറ. പുസ്തകം വായിക്കാറില്ലല്ലേ? ഇനി നിന്നിൽ നിന്ന് ആരും ഒന്നും ഭക്ഷിക്കാതെ പോകട്ടെ, കായ്ക്കാതെ പോകട്ടെ. എന്താ കാര്യം? അത് യഹൂദനെയാണ് കാണിക്കുന്നത്. ആ യഹൂദൻ ഫലമില്ലാത്തത് കൊണ്ട് യഹൂദൻ ശാപഗ്രസ്തമായി. ഹല്ലേലൂയ. അന്ന് വചനത്തിലൂടെ ഒന്ന് പഠിക്കാം നമുക്ക്. എടുക്കുക 12 റോമർ ലേഖനം 12 അതോട് പഠിച്ച് നമ്മൾ നിർത്താൻ പോകും. റോമർ ലേഖനം 11 അധ്യായം എടുത്താട്ടെ, വായിച്ചേ. 11 അത് ഒലിവ് എന്നുള്ള വിഷയത്തിലാണ് ആ വിഷയം പൗലോസ് പഠിപ്പിക്കുന്നത്. അതെ തന്നെ. 11:17 മുതൽ വായിച്ചാട്ടെ. 11:17 മുതൽ. ആ ആ ആ ആ എങ്കിലോ അവിടെ നിൽക്കട്ടെ. കൊമ്പുകളിൽ ചിലതൊടിച്ചിട്ട് കാട്ടൊലിവായ നിന്നെ അവയുടെ ഇടയിൽ ഒട്ടിച്ചു ചേർത്ത് ഒലിവുമരത്തിന്റെ ഫലപ്രദമായ വേരിന് പങ്കാളികളായി തീർന്നുവെങ്കിലോ കൊമ്പുകളുടെ നേരെ പ്രശംസിക്കരുത്. പ്രശംസിക്കുന്നുവെങ്കിൽ നീ വേരിനെയല്ല, വേർ നിന്നെ എത്ര ചുമക്കുന്നു എന്ന് ഓർക്ക. എന്നാൽ എന്നെ ഒട്ടിക്കേണ്ടതിന് കൊമ്പുകളെ ഒടിച്ചു കളയുന്നു നീ പറയും. ശരി, അവിശ്വാസത്താൽ അവ ഒടിഞ്ഞുപോയി, വിശ്വാസത്താൽ നീ നിൽക്കുന്നു. ഞെളിയാതെ ഭയപ്പെടുക. അടുത്ത 21 വാക്യം ഒന്ന് വായിച്ചേ. സ്വാഭാവിക കൊമ്പുകളെ ദൈവം ആദരിക്കാതെ പോയെങ്കിൽ നിന്നെയും ആദരിക്കാതെ വന്നേക്കും. ആകയാൽ ദൈവത്തിന്റെ ദയയും ഖണ്ഡിതവും കാണുക. വീണവരിൽ ദൈവത്തിന്റെ ഖണ്ഡിതവും നിന്നിലോ നീ ദയയിൽ നിലനിന്നാൽ ദയയും തന്നെ, അല്ലെങ്കിൽ നീയും ഛേദിക്കപ്പെടും. ഞാൻ ഏറ്റവും ഭയപ്പെടുന്ന ചില വേദഭാഗങ്ങളിൽ ഒരു ഭാഗമാണ് ഇത്. ഒരു സ്ക്രിപ്ചറാണ് വേദഭാഗം. ഇവിടെ പൗലൂസിന്റെ ആ ടീച്ചിങ് ശരിക്കും പൗലൂസാണ് ദൈവസഭയെ പഠിപ്പിച്ചത്, അല്ല നമ്മളാരും ഒന്നുമല്ല. പൗലൂസും പത്രോസും യോഹന്നാനും യാക്കോബും യൂദയാണ് ദൈവസഭയെ ഉപദേശം പഠിപ്പിച്ചത്. അപ്പൊ അവര് പഠിപ്പിച്ച ഉപദേശം നമ്മൾ കേൾക്കണം. ഇന്ന് പാസ്റ്റർമാർ പറയുന്നത് നിങ്ങൾ കേൾക്കരുത്. ഈ അപ്പോസ്തലന്മാർ പഠിപ്പിച്ച അതേ പഠിപ്പിക്കലാണെങ്കിൽ നിങ്ങൾ കേൾക്കണം, അല്ലെങ്കിൽ കേൾക്കരുത്. അത് അന്യതാപദേശമാണ്, അല്ലേ? അന്യതാപദേശം എന്ത് ചെയ്യരുതെന്നാ പറഞ്ഞേക്കണേ? ശ്രദ്ധിക്കരുതെന്നാ പറഞ്ഞേക്കണേ. ഇവിടെ പറയുന്നു കൊമ്പുകളിൽ ചിലത് ഒടിച്ചിട്ട്. നമ്മളൊരു കാട്ടൊലിവായിരുന്നു. നല്ലൊലിവായ യഹൂദനെ മുന്തിരി, ഒലിവ്, അത്തി ഇതൊക്കെ യഹൂദന് കൊടുത്തിരിക്കുന്ന രീതികൾ. മുന്തിരി അതിൻ്റെ ആത്മീയ അനുഭവമാണ്. രാഷ്ട്രീയവും മാർഗീയവുമായ അനുഭവങ്ങളാണ് ഒലിവ്, അത്തി ഇതൊക്കെ. ഇവിടെ കൊമ്പുകളിൽ ചിലത് ഒടിച്ചിട്ട് കാട്ടൊലിവായ നിന്നെ, നല്ല ഒലിവ് ഫലം കായ്ക്കാത്തത് കൊണ്ട് അത് ഒടിച്ചു കളഞ്ഞിട്ട് കാട്ടൊലിവാകുന്ന എന്നെയും ഫ്രാൻസിസിനെയും ജൂലിയെയും എന്ത് ചെയ്തു? ഈ നല്ല ഒലിവിനോട് ഒട്ടിച്ച് ബഡ്ഡി തീർത്തിരിക്കുക. ഇപ്പൊ നമ്മുടെ ബഡ്ഡിങ് സിസ്റ്റം ഇഷ്ടം പോലെ ഉണ്ടല്ലോ. ഒരു ഗുണമില്ലാത്ത ചില മാങ്ങകള് നല്ല മാങ്ങയുടെ ആങ്ങാണ്ടി കൊണ്ടുവന്ന് മുളപ്പിച്ച് അതിൻ്റെ കൊമ്പെടുത്ത് ഈ ഗുണമില്ലാത്ത മാവിൽ ബഡ്ഡി ചെയ്ത് തീർത്ത് ഒരു 2 വർഷം കഴിഞ്ഞാൽ ഇഷ്ടംപോലെ മാങ്ങ കായ്ക്കും, സ്വാദിഷ്ടമായ മാങ്ങ. ആ ഒരു സിസ്റ്റമാണ് ഇവിടെ പൗലൂസ് പറയുന്നത്. സത്യത്തിൽ ഞാൻ വിചാരിക്കുന്നത് പൗലൂസ് അത് പറയുമ്പോൾ ആ സിസ്റ്റമൊക്കെ അന്ന് ഉണ്ടോ ഇല്ലെന്ന് എനിക്കറിയില്ല. ബഡ്ഡിങ് സിസ്റ്റമൊക്കെ പിന്നീടാ വന്നത്. ആ കാലത്തുണ്ടോ എന്നുള്ളത് എനിക്ക് അറിയത്തില്ല. അതിനെക്കുറിച്ച് ഞാൻ ചരിത്രം പഠിച്ചിട്ടില്ല. പക്ഷെ ഇന്നത്തെ കാലത്ത് അതുണ്ട്. മോശമായ മാവില് നല്ല മാവിൻ്റെ കൊമ്പ് കൊണ്ടുവന്ന് ബഡ് ചെയ്തിട്ട് നന്നായി മാങ്ങ കായ്ക്കുന്ന സിസ്റ്റം ഇന്നുണ്ട്. എല്ലായിടത്തും ഉണ്ട്. എല്ലാ പേരക എല്ലാ മരങ്ങളും വൃക്ഷങ്ങളും ഇത് ചെയ്യുന്നുണ്ട്. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. ആ സിസ്റ്റമാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. യഹൂദം ഫലം കായ്ക്കാത്തത് കൊണ്ട് ആ ഒലിവ് ആ ഒലിവിനെ വെട്ടിയിട്ട് കാട്ടൊലിവായ നിന്നെ എന്ത് ചെയ്തു? അവയുടെ ഇടയിൽ ഒട്ടിച്ചു ചേർത്ത് ഒലിവ് മരത്തിന്റെ ഫലപ്രദമായ വേരിന് പങ്കാളിയായി തീർന്നു. അപ്പൊ നമ്മളിപ്പോ ആരാ? കാട്ടൊലിവായിരുന്ന എന്നെ നാട്ടൊലിവോടവനൊട്ടിച്ചു, സൽഫലം കാച്ചുണർന്നിടട്ടെ, വല്ലവനു ലാസമാകട്ടെ. പണ്ടത്തെ ഒരു പാട്ടാണത്.
കാട്ടൊലിവായ എന്നെ നല്ല ഒലിവിനോട് ചേർത്തൊട്ടിച്ചു. എന്തിനാണ്? ഫലം കായ്ക്കാൻ. മിസ്രയീമിൽ നിന്ന് കൊണ്ടുവന്ന മുന്തിരിവള്ളി ഫലം കായ്ക്കാനായിട്ട് ദൈവം യെരൂശലേമിൽ കൊണ്ടുവന്ന് നട്ടു. ഫലം കായ്ച്ചില്ല. ജാതീയ രാജാക്കന്മാർ അവരുടെ മേൽ തേർവീഴ്ച നടത്തി, അവരെ നശിപ്പിച്ചു കളഞ്ഞു. ഹിറ്റ്ലർ കൊണ്ടുപോയി 60 ലക്ഷത്തിനെ കൊന്നു. ഓരോരോ രാജ്യങ്ങളിലും അഭയം പ്രാപിച്ച് ആ രാജ്യങ്ങളിൽ യഹൂദൻ നിഷ്ഠൂരം പീഡിപ്പിക്കപ്പെട്ടു. ഞാൻ പറഞ്ഞല്ലോ, യഹൂദന്റെ കൊഴുപ്പ് കൊണ്ട് സോപ്പ് വരെ ഉണ്ടാക്കി. വേറെ ഏതെങ്കിലും ജാതിക്ക് ഇതുപോലെ ഒരു ദുരന്തം സംഭവിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല, ഇല്ല എന്ന് തന്നെ ഞാൻ പറയും. ഞാൻ ചരിത്രം പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ കൂടിയാണ്. ചരിത്ര പുസ്തകങ്ങളൊക്കെ പഠിക്കുന്നുണ്ട്. യഹൂദ ജാതി അനുഭവിച്ചതുപോലെ ദുരന്തം, ഭീകരത, വെടിമരണങ്ങൾ, കൊലപാതകങ്ങൾ മറ്റാരുടെയും ഇടയിൽ സംഭവിച്ചിട്ടില്ല. എന്തുകൊണ്ടാണ്? ഫലം കായ്ക്കാത്തത് കൊണ്ട്. ഇവിടെ പൗലോസ് പറയുക, വാണിംഗ് തരികയാണ് നമുക്ക്. പുതിയ നിയമസഭയ്ക്ക് വാണിംഗ് തരികയാണ്. കൊമ്പുകളിൽ ചിലതൊട്ടിച്ച്, കാട്ടൊലിവായ നിന്നെ അവയുടെ ഇടയിൽ ഒട്ടിച്ചു ചേർത്തു. ഒടിച്ചിട്ടു കാട്ടൊലിവായ നിന്നെ ഒട്ടിച്ചു ചേർത്തു. ഒലിവുമരത്തിന്റെ ഫലപ്രദമായ വേരിന് നീ പങ്കാളികളായി തീർന്നിരിക്കുക. 21 വാക്യം വായിച്ചങ്ങ് പഠിച്ചോണം. എന്താ 21 പറയുന്നത്? സ്വാഭാവിക കൊമ്പുകളെ, സ്വാഭാവിക കൊമ്പായ ഒലിവിനെ ആദരിക്കാതെ പോയെങ്കിൽ ജാതിയായ നിന്നെയും ആദരിക്കാതെ വന്നേക്കും. ഹല്ലേലൂയ. ആകയാൽ ദൈവത്തിന്റെ ദയയും ഖണ്ഡിതവും കാണുക. വീണവരിൽ ദൈവത്തിന്റെ ഖണ്ഡിതവും. വീണുപോയ യഹൂദ ജാതിയെ ദൈവം മുറിച്ചു കളഞ്ഞു, ഖണ്ഡിച്ചു കളഞ്ഞു. അതുകൊണ്ട് പറയാം, നിന്നിലോ ജാതിയായ യവനായരായ നമ്മളോട് പറയുകയാണ്, നീ ദയയിൽ നിലനിന്നാൽ, നീ പ്രമാണത്തിൽ നിലനിന്നാൽ ദയയും നിന്നോട് ദൈവം കാണിക്കും, അല്ലെങ്കിൽ നിന്നെയും ഛേദിക്കും. യഹൂദനെ വെട്ടിക്കളഞ്ഞ ദൈവം എന്നെയും നിന്നെയും വെട്ടിക്കളയാൻ നിഷ്പ്രയാസം കഴിയുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ വചനത്തിന്റെ മറ്റു ഭാഗങ്ങളിലേക്ക് നമ്മൾ വരുന്ന ദിവസങ്ങളിൽ വരും. അതുകൊണ്ട് ഇന്ന് പൽക്കാലം കേട്ട വചനത്തിന് മുമ്പാകെ നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. ഹല്ലേലൂയ. ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിക്കാം. ഇതിൻ്റെ 7 വരെയുള്ള വാക്യങ്ങളാണ് നമ്മൾ വായിച്ചത്. ബാക്കി 1-2 വാക്യങ്ങളുണ്ട്. അതിനോട് ചേർന്ന് യോഹന്നാൻ അപ്പോസ്തലൻ എഴുതിയ യോഹന്നാന്റെ 1-ാം ലേഖനത്തിൽ നിന്നും കൂടി ചില വചനങ്ങൾ കൂടി നമ്മൾ ലിങ്ക് ചെയ്ത് അടുത്ത എപ്പിസോഡിൽ നമ്മൾ അടുത്ത ആ കാര്യങ്ങൾ കൂടി പ്രസംഗിക്കുന്നതായിരിക്കും. ഇതുപോലെ കാലം കേട്ട വചനത്തിന് മുമ്പാകെ നമുക്ക് നമ്മെ തന്നെ സമർപ്പിച്ച് സ്തോത്രം. എല്ലാവരും സ്തോത്രം ചെയ്താട്ടെ. സ്തോത്രം, 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 സ്തോത്രം. പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. മക്കളെ ഹൃദയത്തിൽ പതിയണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ കൂടിയ കൂട്ടായ്മ ആത്മീയ സന്തോഷം ദൈവം പറഞ്ഞ ദൈവസ്ഥാനത്തെ നിറച്ച ഈ ഭവനത്തെ ദൈവം അനുഗ്രഹിക്കണേ. ആവശ്യമുള്ള ദൈവം നടത്തണമെന്ന് എല്ലാ വിഷയങ്ങൾക്കായി അടിയൽക്കായി ജീവൻ നൽകിയ യേശു കർത്താവിന്റെ നാമത്തിൽ. ആമേൻ.